യെസ്, തലക്കെട്ടുകൾ കഴിഞ്ഞ് നേരെ പോകുന്നത് കുതിരാനിലേക്കാണ്. അവിടെ ഒരു പിടിയും തരാതെ നാടിനെയും നാട്ടുകാരെയും വിറപ്പിച്ച് വിലസുന്ന കൊമ്പനെ പിടികൂടാൻ ഇപ്പോൾ 2 കുങ്കിയാനകൾ എത്തിച്ചിരിക്കുന്നു. യെസ്, അടിയന്തര ദൗത്യവുമായിട്ടാണ് വനം വകുപ്പ് രംഗത്തുള്ളത്. വയനാട്ടിൽ നിന്ന് 2 കുങ്കിയാനകളെ തൃശ്ശൂരിൽ എത്തിച്ചിട്ടുണ്ട്. അപകടകാരിയായ ഒറ്റയാനെ കാട് കയറ്റി സോളാർ സ്ഥാപിക്കാനാണ് നീക്കം. ആനയെ കാട് കയറ്റാനായില്ലെങ്കിൽ മയക്കുപടി വയ്ക്കും. ഇന്നലെ രാത്രിയും കാട്ടാന ജനവാസ മേഖലയിലെത്തിയിരുന്നു. യെസ്, ഇന്നലെ രാത്രിയിലുള്ള കാഴ്ചകളാണത്. രാത്രി തലേ ദിവസം പകലിലും കൊമ്പൻ അവിടെ തന്നെ നിലയുറപ്പിച്ചതാണ്. പിന്നീട് രാത്രിയിലും എത്തുന്നു. അന്നിലൊക്കെ ആ മേഖലയിൽ ജീവിക്കുന്ന ആളുകളിലാകെ വലിയ ഭീതി ഇപ്പോഴുമുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണല്ലേ. എപ്പോൾ ഒറ്റയാൻ എത്തും, ആക്രമിക്കും എന്നത് സംബന്ധിച്ച് വലിയൊരു ആശങ്ക, ഭീതി അവിടെയുള്ള ആളുകൾക്കുണ്ട്. എന്തായാലും കുങ്കിയാനകളെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് വനം വകുപ്പിന്റെ ദൗത്യം, വനം വകുപ്പിന്റെ നീക്കങ്ങൾ കാട് കയറ്റാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നട്രാജിലേക്ക് പോകാം. യെസ്, നട്രാജ് പരശുറാം വിശദാംശങ്ങളുമായി ചേരുന്നു. നട്രാജ്, ഒടുവിൽ കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. ഈ ദൗത്യം എപ്പോഴത്തേക്ക് ആരംഭിക്കും? നിലവിൽ കാട്ടാൻ എവിടെയാണുള്ളത്? ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ഇരുമ്പുപാലത്ത് റെജി എന്ന ആളുടെ വീട്ടിലാണ്. ഇന്നലെ രാത്രിയോടുകൂടി ഈ ഭാഗത്താണ് കാട്ടാന എത്തിയത്. നമുക്ക് അരികിൽ കാണുന്ന ഈ കുന്നുവഴിയാണ് റെജിയുടെ വീട്ടിലേക്ക് കാട്ടാന എത്തിയത്. ഈ തൂണുകൾ, ഇരുമ്പ് തൂണുകളൊക്കെ തന്നെ കാട്ടാന ഇന്നലെ രാത്രി എത്തി അടിച്ച് തകർത്തിരുന്നു. ഈ മതിലിന് മുകളിൽ നിൽക്കുന്ന നായ, ഇത് കുരയ്ക്കുന്ന ശബ്ദമാണ് നമ്മൾ അല്പം സമയം മുമ്പുള്ള ആ ഒരു വീഡിയോയിൽ കേട്ടത്. ഈ നായ ആനയെ കണ്ട ഭീതിയിലാണ് ടെറസിന് മുകളിലേക്ക് ഓടിക്കയറിയത്. ഈ പ്രദേശത്താകെ ഭീതി പരത്തിയ ശേഷമാണ് ഒറ്റയാൻ കാട് കയറിയത്. പിന്നീട് അതിവിടെ എത്തിയിട്ടില്ല. ഒറ്റയാൻ ഇപ്പോഴും കാട്ടിലാണുള്ളത്. പ്രദേശവാസികൾ നമുക്കൊപ്പമുണ്ട്. ഇവരുടെ ആശങ്ക തീരുന്നില്ല. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയും കൊമ്പൻ വീടുകൾക്ക് സമീപത്തോടുകൂടി വലിയ ഭീതി ഇവിടെയുള്ള നാട്ടുകാർക്കുണ്ട്. റെജി നമ്മളൊപ്പമുണ്ട്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? എത്രത്തോളം ഭയത്തിലാണ് നിങ്ങൾ? ഇന്നലെ ഒരു 9:30 ഈ 10 ട്രിപ്പ് ആന വരുന്നത്. ഇന്നലെ വെളുപ്പിന് ഒരു 3 മണി വരെ ആന ഇവിടെ ഉണ്ട്. ാണ് ഫസ്റ്റ് ട്രിപ്പ് വന്ന് പട്ടി ബഹളം വെച്ച് ആന ഓടുകയായിരുന്നു ചെയ്തത്. വെച്ച് കഴിഞ്ഞപ്പോൾ യെസ്, നട്രാജിനോടാണ് അവിടെ നാട്ടുകാർ അവരുടെ പരാതികൾ പറയുന്നത്. കാരണം വലിയ ഭീതിയിലാണ് നാട്ടുകാരുള്ളത്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ആ മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഒറ്റയാൻ. യെസ്, ഇപ്പോൾ കാട്ടിലാണ് ഈ കാട്ടാന ഉള്ളത്. പക്ഷെ അതെപ്പോൾ ഈ നാട്ടിലിറങ്ങിയ ആളുകൾക്ക് നേരെ അല്ലെങ്കിൽ വീടുകൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തുമെന്നതിൽ ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇനി ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടണം ആനെ. എന്നുവെച്ചാൽ ഏത് സമയവും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ അവരുടെ കൺമുന്നിലില്ല, ഇവിടെ കാണാമറയത്ത് ഒളിച്ചിരിപ്പാണ്. പക്ഷേ ഉൾക്കാട്ടിലേക്ക് കയറ്റി വിട്ടാൽ മാത്രമേ ആ നാട്ടുകാർക്കൊരു സ്വസ്ഥതയും സ്വൈര്യവും ഉണ്ടാവുകയുള്ളൂ. അതിനുള്ള നടപടിയിലേക്കാണ്. അതിനുവേണ്ടിയാണ് 2 കുങ്കിയാനകൾ എത്തിച്ചിട്ടുള്ളത്. ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാട്ടാനയെ തുരത്തി ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടാനാണ് ശ്രമം. പക്ഷെ അത് നടക്കുമെന്നറിയില്ല. ഇനി അഥവാ അത് നടന്നില്ലെങ്കിൽ മയക്കുവെടി വെക്കണം. അപ്പോൾ മയക്കുവെടി വെക്കണം എന്നതാണ് സ്വാഭാവികമായും നാട്ടുകാരുടെ ആവശ്യം. മയക്കുവെടി വെച്ച് അവിടെ നിന്ന് മാറ്റണം. ഉൾക്കാട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും അത് ആ വഴി അറിയുന്ന ഒറ്റയാനായതുകൊണ്ട് വീണ്ടും തിരികെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ അവരുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാൻ തോന്നുന്നു. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഈ സമയം അങ്ങോട്ടേക്ക് പോകാൻ എന്തായാലും 2 കുങ്കിയാനകളെ വയനാട്ടിൽ നിന്ന് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വനം വകുപ്പ് വീണ്ടും ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് കടക്കുന്നു. യെസ്, എന്തായാലും ഒറ്റയാനെ തുരത്താനുള്ള അടിയന്തര ദൗത്യം തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ നാട്ടിലിറങ്ങുന്ന ഒറ്റയാനെ, കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ പ്ലാൻ എ എന്ന് പറയുന്നത്. പ്ലാൻ ബി എന്ന് പറയുന്നത് മയക്കുവെടി വയ്ക്കുകയാണ്. ഈ ഉൾക്കാട്ടിലേക്ക് കയറി പോകുന്നില്ല എങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടുകയാകും വനംവകുപ്പ് ചെയ്യുക. നടരാജ് തുടരുന്നുണ്ട്. നടരാജ, എന്താണ് അവിടെയുള്ള വീട്ടുകാരുടെയും അതുപോലെ തന്നെ മറ്റ് പ്രദേശവാസികളുടെയും ഒക്കെ പ്രതികരണം? ഇങ്ങനെ കാട്ടാന ഇറങ്ങുമ്പോൾ അതിനെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിന് പകരം മയക്കുവെടി വയ്ക്കണമെന്നാണോ അവരുടെ അഭിപ്രായം? ചേച്ചി, എന്താണ് കൂടുതൽ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? എത്രയും വേഗം
ശരി, എനിക്ക് തോന്നുന്നു ഒരു ടെക്നിക്കൽ എറർ ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. എന്നാലും അവിടുത്തെ നാട്ടുകാരുടെ പരാതിയും ആവലാതിയും സ്വാഭാവികമായും കുറേ നാളുകളായി അവർക്ക് സ്വൈര്യമായി സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അവരുടെ പരാതികൾ എന്താണെന്ന് കേൾക്കാനായിരുന്നു നട്രാജ് ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ വനംവകുപ്പിന്റെ വണ്ടിയൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നത് കാണാം. എന്തായാലും ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കുന്നു.